ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഐക്യജനാധിപത്യ മുന്നണിയുടെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ഇന്ന് എന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. തീർച്ചയായും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെജിയോടും അതുപോലെ തന്നെ പ്രിയങ്കരനായ രാജ്യത്തിൻ്റെ മതേതര നായകൻ രാഹുൽ ഗാന്ധിയോടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അതുപോലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും വടക്കാഞ്ചേരി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നാട് ഒരുപാട് വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയത്താണ് കടന്നു പോകുന്നത്. വടക്കാഞ്ചേരിക്കൊരു മാറ്റം അനിവാര്യമാണ്. കാരണം ഇത് 2026 ഈ കാലഘട്ടത്തിൽ പോലും ഇന്നും ഈ നിയോജക മണ്ഡലത്തിൽ കൃത്യമായി എല്ലാ വീടുകളിലും കുടിവെള്ള സംവിധാനം കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് കളിക്കാൻ ഒരു നല്ല കളിക്കളം പോലും ഇല്ലാത്തൊരു സാഹചര്യം ഇന്നുണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ. 80% വടക്കാഞ്ചേരി നിയോജകമണ്ഡലം എന്ന് പറയുന്നത് അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അർബൻ കൾച്ചറുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെ കൃത്യമായി ആ ആളുകൾക്ക് വേണ്ട, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട പാർക്കുകൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ട ഒരു സംവിധാനവും ഇന്ന് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ ഇല്ല. പക്ഷേ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വികസന മാമാങ്കങ്ങൾ, അത് നിർമ്മാണ ഉദ്ഘാടനങ്ങൾ എന്നും നടന്നുകൊണ്ടിരിക്കുക. നിർമ്മാണ ഉദ്ഘാടനങ്ങൾ 100 രൂപ ബഡ്ജറ്റിൽ വെച്ച് അതിന് നാട് മുറിക്കുന്ന, അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്ന ഒരു മാമാങ്കം മാത്രം നടക്കുന്ന ഒരു മേഖലയായി വടക്കാഞ്ചേരിയെ മാറ്റി കഴിഞ്ഞ 5 വർഷത്തിൽ. അതിനെതിരെയുള്ള പ്രതിഷേധം കൂടി വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹം, വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ, അത് UDFന് അനുകൂലമായിട്ടുള്ള മാൻഡേറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വടക്കാഞ്ചേരിയുടെ പൂർണ്ണ പിന്തുണ UDFനൊപ്പം, ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം, എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നു തൊട്ട് ഇറങ്ങുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഈ ഭൂമി ഇത് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഉറപ്പു നൽകുക. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ പ്രസ്ഥാനമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനം. സ്വാഭാവികമായിട്ട് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്, ഒരു ദേശീയ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അല്ലാതെ ഒരു സംസ്ഥാന പാർട്ടി പോലെ, ഒരു കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി ചെയ്യുന്നത് പോലെ കണ്ണൂരിലത്തെ കമ്മിറ്റി തന്നെയാണ് തിരുവനന്തപുരത്ത് പോയിരുന്ന അത് സംസ്ഥാന കമ്മിറ്റിയായി, അവരെ ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹി പോയിരുന്ന അത് കേന്ദ്ര കമ്മിറ്റിയായി. ആ ഒരു ശൈലിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. കോൺഗ്രസിൻ്റേതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്, കോൺഗ്രസിൻ്റേതായിട്ടുള്ള ആ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട ശൈലികളുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. വരും മണിക്കൂറിൽ തന്നെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. തീർച്ചയായും ഇത് വടക്കാഞ്ചേരിക്ക് വേണ്ടി, വടക്കാഞ്ചേരിയിലെ ഓരോ സാധാരണക്കാരൻ്റെയും ശബ്ദമായി ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. വടക്കാഞ്ചേരിക്കാരുടെ ഒരു മകനായി, ഒരു അനിയനായി എന്നും നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഉറപ്പ് നൽകുക. വടക്കാഞ്ചേരിനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ സാധാരണ നിലയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പ് നൽകാം, സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പോവാറ്. തീർച്ചയായിട്ടും മുതിർന്ന നേതാക്കളുടെ, അവരുടെ ഗൈഡൻസിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. മുതിർന്ന നേതാക്കൾ, തലയെടുപ്പുള്ള ഒട്ടനവധി നേതാക്കൾ, എന്നേക്കാൾ അധികം യോഗ്യതയുള്ള ആളുകൾ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. പക്ഷേ പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിത്വം, അതുപോലെ ഈ നാട്ടിലെ ഒരു കൊച്ചു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ആ ഒരു ഭാഗ്യം
ലഭിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ഒരുപാട് പേര് ഇതിന് അർഹതയുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ ഇന്നും തേടും, നാളെയും തേടും. ഇനിയുള്ള യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും മുതിർന്ന നേതാക്കളെ കൂടെ നിർത്തി അവരുടെ അഭിപ്രായങ്ങളെടുത്ത് അവർക്ക് പ്രാധാന്യം നൽകി തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക. You are watching VCV News.